യൂത്ത് കോൺഗ്രസ് മാർച്ചിനിടെ ലാത്തിയടിയേറ്റ് പരിക്കേറ്റ യൂത്ത് കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ ജനറൽ സെക്രട്ടറി മേഘ രഞ്ജിത്ത് ഇപ്പോഴും ആശുപത്രി കിടക്കയിലാണ്. കഴുത്തിലെ ഞരമ്പുകൾക്ക് ക്ഷതമേറ്റ പത്തനംതിട്ട തിരുവല്ലയിൽ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ 2 ആഴ്ചയായി ചികിത്സയിലാണ് മേഘ. 25 ലക്ഷം രൂപ ലോണെടുത്ത് തുടങ്ങിയ സംരംഭത്തിന്റെ പ്രവർത്തനവും ഇതോടെ പ്രതിസന്ധിയിലായി. യൂത്ത് കോൺഗ്രസിന്റെ കളക്ടറേറ്റ് മാർച്ചിനിടെ തലയ്ക്ക് പുറകിലും കഴുത്തിലുമായാണ് മേഘയ്ക്ക് ലാത്തിയടിയേറ്റത്. കഴുത്തിലെ ഞരമ്പുകൾക്ക് ക്ഷതമേറ്റു. അസ്ഥികൾക്കും സ്ഥാനചലനം സംഭവിച്ചു. കടുത്ത ശ്വാസം മുട്ടലും കഠിനമായ ദേഹത്തുവേദനയുമുണ്ട്. 2 ആഴ്ചയായി ആശുപത്രി കിടക്കയിലായിട്ട്. എനിക്ക് ഈ തലയുടെയും പെടലിയുടെ പുറവശത്തെ ആ വേദന ശക്തമായ വേദനയാ. അതങ്ങനെ തന്നെ ഉണ്ട്. പിന്നെ ഈ ശ്വാസം മുട്ടൽ എനിക്കിങ്ങനെ കൂടി വരുന്നതല്ലാതെ നെബുലൈസേഷൻ ചെയ്യുമ്പോൾ മാത്രമാ എനിക്ക് ശ്വാസം കിട്ടുന്നത്. കായംകുളം 2-ാം കുറ്റിയിൽ ബ്യൂട്ടി പാർലർ സ്റ്റിച്ചിംഗ് യൂണിറ്റ് സംരംഭം നടത്തിയിരുന്നു മേഘ. ബാങ്ക് വായ്പ എടുത്തും സ്വർണം പണയം വെച്ചുമാണ് സംരംഭം തുടങ്ങിയത്. ഇനി പൂർണ്ണ ആരോഗ്യത്തോടെ ജോലി ചെയ്യാൻ കഴിയുമോ എന്ന ആശങ്കയിൽ കൂടിയാണ് മേഘ. ഞാൻ ലോൺ എടുത്തിട്ടും പലയിടത്തുനിന്ന് വായ്പ എടുത്തും പലിശയ്ക്ക് വാങ്ങിച്ചു, അങ്ങനെ പല രീതിയിലായിരുന്നു. അതിനെനിക്ക് നല്ലൊരു എമൗണ്ടായി. പക്ഷെ ഇപ്പൊ എനിക്കത് മുടങ്ങി നിൽക്കുന്നൊരവസ്ഥയാ. കൈക്കൊന്നും ബലമില്ല. വണ്ടി ഉടനെയൊന്നും ഇനി ഓടിക്കുകയോ ചെയ്യരുതെന്നാ പറഞ്ഞേക്കുന്നത്. വണ്ടി ഓടിക്കാനേ പാടില്ലെന്നൊക്കെ പറഞ്ഞു. എന്നാലും കൈക്കെങ്കിലും ആരോഗ്യം തിരിച്ചെനിക്ക് കിട്ടണം. എന്നിട്ട് എനിക്ക് വീണ്ടും എന്റെ സ്ഥാപനം എനിക്ക് തിരിച്ചു കൊണ്ടുവരണം. യൂത്ത് കോൺഗ്രസിന്റെയും പൂർണ്ണ പിന്തുണ മേഘയ്ക്കുണ്ടെന്നും വിദഗ്ധ ചികിത്സ ഉറപ്പാക്കുമെന്നും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി ആശുപത്രിയിൽ മേഘയെ സന്ദർശിച്ച ശേഷം വ്യക്തമാക്കി. കേരളത്തിലെ പോലീസിന്റെ മൃഗീയമായ അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. ഒരു പെൺകുട്ടിയെ പോലും ഇത്ര മാരകമായി അടിച്ച് 15 ദിവസമായി ICU വാർഡിൽ കിടക്കുകയാണ്. അതാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. ഏത് കാര്യത്തിനും ഈ ഹോസ്പിറ്റലല്ല, ഇനി ഏത് അത്യാധുനിക ചികിത്സ വേണമെങ്കിലും അത് യൂത്ത് കോൺഗ്രസും പൂർണ്ണമായി ഏറ്റെടുത്ത് ചെയ്യും എന്നുള്ള കാര്യം സംശയമുണ്ട്. ആരോഗ്യം വീണ്ടെടുത്ത് എത്രയും വേഗം തന്റെ സംരംഭം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് മേഘയുടെ ആഗ്രഹം. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.